താമരയ്ക്ക് വളം കൊടുക്കാൻ പോവുകയാണ്. ഡാപ്പ് എന്ന് പറഞ്ഞതും NPK കൂടെ കൂടി മിക്സ് ചെയ്ത വളമാണ് ചേർക്കണത്. താമരയ്ക്ക് ചേർക്കണ വളം എല്ലാവർക്കും കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് വെക്കണം ഇങ്ങനെയാണ്. ഇങ്ങനെ കടലാസിൽ പൊതിയുക, എന്നിട്ട് ഇങ്ങനെ നടുക്കൊക്കെ ഇറക്കി വയ്ക്കുക. ഇതുണ്ട് ഗുച്ച. ഇതിനകത്ത് ഇങ്ങനത്തെ വലിയ പാത്രത്തിലൊക്കെ 2 എണ്ണമൊക്കെ വെക്കണം, 3 എണ്ണമൊക്കെ വെക്കാം. അതിനകത്ത് വെക്കണം. 2, 3 വെക്കാം. ഞാൻ 2 എണ്ണം അപ്പോൾ വെക്കണം കേട്ടോ. വലിയ പാത്രത്തിൽ കൂടുതൽ വെക്കണം. 1 സ്പൂൺ എടുക്കാവുള്ളൂ. 1 സ്പൂൺ വളം, ഒരുപാട് വളം വെക്കരുത്. ഇത് നമ്മുടെ ലക്ഷ്മിയാണ്. ലക്ഷ്മി ഇത് എത്ര പൂവെന്നൊക്കെ ഉണ്ട്. മുട്ട ഒരു പൂ ഇന്നലെ ഭയങ്കര കാറ്റും മഴയിലായിരുന്നു. ആ കാറ്റിട്ട് പിടിഞ്ഞു പോയി. ആ വേര് ഇതിൽ കൂടെ ഓടി വന്നിടത്ത് കൂടെയൊക്കെ പൂവുണ്ടായിക്കോളും. ഇത് പൂവിന് വേണ്ടിയിട്ടുള്ള വളമാണ്. പൂവുണ്ടാവാൻ 15 ദിവസം കൂടുമ്പോൾ 5 ദിവസം കൂടുമ്പോൾ താമരയ്ക്ക് വളം ചെയ്യണം. ഇത് ഉച്ച മീൻ ഇതിനകത്ത് ഇല്ലെങ്കിൽ ചുമ്മാ ഇട്ട് കൊടുത്താലും മതി. കടലാസിൽ പൊതിഞ്ഞ് വയ്ക്കുവാണ് ആ താമരയ്ക്ക് സേഫ് കേട്ടോ. ഇത് കാവേരി, ഇതിനകത്തും വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് പൂവുണ്ടായില്ല. നമുക്ക് 2 എണ്ണം വയ്ക്കാം. ഇതിനകത്ത് മുട്ട ഉണ്ടായിരിക്കണുണ്ടോ? ഇത്തേലൊന്നും മുട്ടല്ല. ഇതിൻ്റെ അടിയിലൊക്കെ വളം ഇട്ടിട്ട് നട്ടേക്കണതാണ്. താമര നമ്മൾ നടുമ്പോൾ ചാണകപ്പൊടിയും മണ്ണും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത് വേണം നടാനായിട്ട്. ഇതിനകത്തും വെച്ച് ഇതിനകത്ത് മുട്ടുണ്ട്. ഇത് മഞ്ഞയാണോ വെള്ളയാണോ എന്നറിയില്ല. വിരിഞ്ഞ് കഴിയുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. പൂവുണ്ടായതിനകത്ത് നമുക്ക് ആദ്യം വയ്ക്കാം. നല്ല മണമുണ്ട്. ഈ വെള്ളയ്ക്കാന്ന് തോന്നുന്നു നല്ല മണം വരുന്നുണ്ട്. കുഞ്ഞുമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇഷ്ടം ഈ വെള്ളത്താമരയ്ക്ക്, അതായത് വൈറ്റ് പിയോണി എന്ന് പറയും, അതിന് നിറയെ പൂവും ഉണ്ടാവും. ഇത് നമ്മുടെ പിങ്ക് ക്ലൗഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ അതായിരുന്നു ആദ്യം മേടിച്ച് പൂവുണ്ടായത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പോയെന്ന് ഓർത്തു, പക്ഷേ പിടിച്ച് കിട്ടിയ ഓർഡർ. നമ്മൾ പറിച്ച് നടുമ്പോൾ ചിലപ്പോൾ നമുക്കത് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിനകത്ത് ഇടാം. ഇത് പൂവ് ഉണ്ടാവാറായതാണേ. എന്ത് പൂവാണെന്നും ഉണ്ടാകുമ്പോൾ അറിയാം. ഞാൻ പേരൊന്നും എഴുതി വച്ചിട്ടില്ല. ഇതിനകത്ത് വലുതിനകത്ത് വെക്കാം. ഇനി ഇതിനകത്ത് വെക്കണമെങ്കിൽ വേറെ എടുത്തുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടുവന്നത് എല്ലാത്തിലും വെച്ചു. ഇതിനകത്ത് ഒരു 3-4 എണ്ണം ഇങ്ങനെ ചുറ്റും വെക്കണം. അതിനകത്തും ഒക്കെ നാളെ വയ്ക്കാം. ഇന്നലെ മഴ പെയ്തിട്ട് ഇതിനകത്ത് വെള്ളം വീണില്ലേ? ഇത്രയും വലിയ മഴ പെയ്തിട്ടാണ്. ഇതിനകത്ത് ഇതൊക്കെ നിറഞ്ഞ, പക്ഷേ ഇതിനകത്തേക്ക് ഇലയുടെ ഇത് കാരണം വീണില്ലാന്ന് തോന്നുന്നു. അയ്യോ, ഇപ്പോൾ വീണേനെ മാറുന്ന വെച്ച് ഒരുമാതിരി എല്ലാത്തിലും പൂവുള്ളതിനകത്തൊക്കെ വെച്ചു. ഇത് ഒരെണ്ണത്തിനകത്ത് അത് നാളെ കൊണ്ടുവന്ന് വയ്ക്കാം. നമ്മുടെ ലക്ഷ്മിയിൽ ഇഷ്ടം പോലെ പൂവുണ്ടായിക്കോളൂ. ഒരെണ്ണം കൂടെ വേണമെങ്കിൽ വയ്ക്കായിരുന്നു. ഞാൻ 2 എണ്ണം വെച്ചോളൂ. എൻ്റെ താമരപ്പൂ ഉണ്ട്. ലക്ഷ്മി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കളറും കാണാൻ നല്ല ഭംഗിയില്ലേ? എല്ലാ വീട്ടിൽ കൂടെ ഓരോ താമരകൾ വേണം. എൻ്റെ അടുത്ത് ഇതിൻ്റെ ഇല്ല. പിന്നെ റെഡ് ശംഖാകം എന്ന് പറഞ്ഞ ഒരു താമരയുണ്ട്. അതിൻ്റെ ട്യൂബറുണ്ട്. വേണ്ടവർ പറഞ്ഞാൽ തരാം കേട്ടോ.
ഞാനവിടെ വെള്ളത്തിലിട്ടുണ്ട്, വേണമെന്ന് പറയുകയാണെങ്കിൽ വേണ്ടവർക്ക് ഞാൻ അയച്ചു തരാം. ഒരുപാട് രൂപയൊന്നുമില്ല. രണ്ടെണ്ണം 3 ഒക്കെ മേടിക്കണം, എന്നാലും അയക്കാനും മുതലാകുള്ളൂ. 2 100 രൂപയുള്ളൂ. ഇതിനകത്തൊക്കെ മീനുണ്ട്. എൻ്റെ മാവ് കണ്ടോ, മാങ്ങയെല്ലാം തീർന്നു. ഇന്നലത്തെ കാറ്റത്തെ എല്ലാം ചാടി, പഴുത്തവും പഴുക്കാത്തവും ഒക്കെ. അതിലേൽ അവരന്ന് കിടപ്പുണ്ട്, ഇനിയും പൂക്കുന്നുണ്ട്. ഇന്നലെ ചാടിയതുകൊണ്ട് ഇനി ചാടാനില്ല. പിള്ളേരെ പേരക്കകത്ത് അടച്ചിട്ടിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. അല്ലെങ്കിൽ മുറ്റത്ത് നടന്ന് കുറച്ചൊന്നും കൊടുക്കും. അക്കീരയാണെങ്കിൽ ഇതേ കാണാവോ, ആ മൂലയിൽ കിടപ്പുണ്ട്. ഇതെന്നാക്കൂ? ഇന്നലെ ഒടിഞ്ഞു പോയ താമര ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, കുഞ്ഞു ചട്ടിയിൽ പൂവുണ്ടായിക്കണേ, കുഞ്ഞു പാത്രത്തിൽ പൂവുണ്ടായുണ്ട്. പൂവുണ്ടാകാൻ ഇത്രയുള്ള പാത്രമാണേലും മതി. ഇത് എൻ്റെ ലക്ഷ്മിക്കുട്ടിയെ ഒടിഞ്ഞു പോയുണ്ട്, ഞാൻ വെള്ളത്തിൽ കൊണ്ട് കുത്തിയേക്കുക.